അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, തിരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് CPI ആണ്. ഇത് പത്രത്തിൽ വാർത്ത വരാൻ ഇന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ നടത്തിയ വിമർശനങ്ങൾ, അത് ഈ ഞങ്ങളുടെ മാധ്യമത്തിൽ മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിലുമുണ്ട്. അത് നിഷേധിക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും. അപ്പോഴും ഈ CPM നടത്തിയത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്ന് ലീഗ് അടക്കം ആരോപിച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വിഷയങ്ങൾ തീർന്നിട്ടില്ല. അപ്പോഴേക്കും CPI പറയുന്നത് ഏകദേശം ഇതിന് പിന്തുണ നൽകുന്നതായിപ്പോയത് എന്തുകൊണ്ടായിരിക്കും? എന്ത് ധ്രുവീകരണ രാഷ്ട്രീയവും ജയിക്കാൻ വേണ്ടി CPM ഇറക്കും എന്ന് പറയുകയാണോ, പരോക്ഷമായി പറയുകയാണോ CPI? CPIയുടെ തിരുവനന്തപുരം മാത്രമല്ല മറ്റ് ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കൂടി അങ്ങനെ ഒരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ CPIയുടെ സംസ്ഥാന കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനത്തെ ഇതുവരെ അംഗീകരിക്കുകയോ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന പറയുകയോ ചെയ്തിട്ട് ഇവിടെ പ്രധാനമായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം, വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുദേവൻ ചാതുർ വർണ്ണ വ്യവസ്ഥയ്ക്കെതിരെ വളരെ ശക്തമായിട്ട് പോരാടിയാണ്. അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അടിവരയിട്ട് പറയുന്ന BJPക്ക് വേണ്ടി വിട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഭരണത്തിന്റെ കൂടെ നിൽക്കണം, കേന്ദ്രത്തിലും ഭരണത്തിന്റെ കൂടെ നിൽക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഇറങ്ങിയാണ് BJPക്ക് വോട്ടുപിടിച്ചത്. ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഒരു വർഗീയ സംഘടനയ്ക്ക് വോട്ടുപിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മളൊന്നും പറയണ്ട. അദ്ദേഹം അവസരത്തിനൊത്ത് ഓരോന്ന് പറയും. ഇവിടെ ഫസൽ കപൂർ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ എടുക്കുക, കളക്ടർമാരെ എടുക്കുക, SP-മാരെ എടുക്കുക. 25% കൂടുതൽ കേരളത്തിൽ മുസ്ലിം ജനതയുണ്ട്. അവർക്ക് ആനുപാതികമായിട്ട് വൈസ് ചാൻസലർ ഉണ്ടോ, കളക്ടറുണ്ടോ, SP-മാരുണ്ടോ? യാതൊന്നുമില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ UDF-നോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോവും, ഭാര്യയും മക്കളും എല്ലാം ജയിലിൽ പോവും. VS അച്യുതാനന്ദൻ കൊടുത്ത കേസ് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അല്ല, UDF-നെ വെള്ളാപ്പള്ളി, ഇതിപ്പോ CPIയുടെ പറയണമെങ്കിൽ വേണ്ട, വെള്ളാപ്പള്ളി UDF-നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ കണക്കുകൾ ആലപ്പുഴയിലടക്കം SNDP വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അടക്കം വോട്ട് ചോദിച്ചാൽ എന്ത്? ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി നേടിയ വോട്ടിന്റെ കണക്ക് എന്താണ്? ആ വോട്ടുകൾ ഏത് സമുദായത്തിൽ നിന്ന് വന്നു? ആ സമുദായങ്ങൾ ആർക്കൊപ്പം നിന്നു? ഈ കണക്ക് UDF-നും LDF-നും എതിരാണ് എന്ന് വെള്ളാപ്പള്ളി വെറുതെ പറയുന്നതല്ല, ഈ ചില കണക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈഴവർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലം കൊല്ലം മണ്ഡലമാണ്. രണ്ടാമത് വർക്കല. കൊല്ലത്ത് LDF നിർത്തിയത് ഈഴവ സ്ഥാനാർത്ഥി കൊല്ലം MLA കൂടിയ മുകേഷ. പ്രേമേന്ദ്രൻ റിക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഏതെങ്കിലും ഈഴവര് കേൾക്കൂ? ഒരൊറ്റ ഈഴവര് കേൾക്കുന്നില്ലെന്നുള്ളതിന്റെ തെളിവാണ് കൊല്ലത്തും വർക്കലയിലും SNDP സ്ഥാനാർത്ഥികൾ തോറ്റത്. അങ്ങനെ ഈഴവര് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഈഴവര് മാറി വോട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയല്ല വരുന്നത്. വെള്ളാപ്പള്ളിയുടെ കൂടെ ഒരൊറ്റ ഈഴവര് പോലും ഇല്ല. അദ്ദേഹവും കുടുംബം ഇറങ്ങി BJPക്ക് വോട്ട് പിടിച്ചു. BJPക്ക് വോട്ട് പിടിച്ചിട്ട് പരാജയം വരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇടതുപക്ഷം എന്താ ഇപ്പൊ ചെയ്ത രണ്ട് സമരം? ഒന്ന്, ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തു. ഇത് ഇടതുപക്ഷം മാത്രമല്ല, ഫസൽ കപൂർ സാർ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ സമരം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ. അന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നുവെങ്കിൽ എങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ഇത്രയും മുന്നോട്ട് വന്നു? ഒന്നത്. രണ്ട്, PIA സമരം ഇടതുപക്ഷം മാത്രമാണോ ചെയ്തത്? ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്തില്ലേ? അവർക്ക് എങ്ങനെ മുന്നോട്ട് വന്നു? അപ്പോൾ അതൊരു വർഗീയ ധ്രുവീകരണമാണോ? വേണ്ട. അമേരിക്കയും യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവിടെ മുസ്ലിം ശതമാനം പലയിടത്തും 5, 2, 3% അവിടെയൊക്കെ ഇസ്രായേൽ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സമരം അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നു, അമേരിക്ക തീരുമാനമെടുക്കുന്നു. ആരവിടെ സമരം ചെയ്ത്? അവിടെ സമരം ചെയ്ത് ഇവിടുത്തെ ഇടതുപക്ഷം പോയി സമരം ചെയ്തതാണ്. അവിടുത്തെ ജനങ്ങള്, മുസ്ലിങ്ങൾ വളരെ കുറവുള്ള അവിടുത്തെ ജനങ്ങള് ആ ഇസ്രായേലിന് കാണിക്കുന്ന ഈ അധിനിവേശത്തിനെതിരെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അത് മുസ്ലിം പ്രീണനമാണോ? ഇടതുപക്ഷത്തിന് കപൂർ സാർ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഒരു മതനിരപേക്ഷ നിലപാടുണ്ട്. ആ മതനിരപേക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ നമുക്കറിയാം മതേതരത്വം അടിസ്ഥാനമായി ആ പോയിന്റിന് വിഘാതമായിട്ടാണ് ഈ ക്രൈസ്തവ വോട്ടുകളുടെ കാര്യം പറയുന്നത്. ക്രൈസ്തവ വോട്ടുകൾ എവിടേക്ക് പോയി, ക്രൈസ്തവ വോട്ടുകൾ എന്തുകൊണ്ട് BJPക്ക് പോയി എന്ന് പറയുന്നത് ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി. ആ പറയുന്നതിനകത്തുള്ള ആ സെൻസ് നമുക്ക് ആ തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് സമ്മതിക്കാം. പക്ഷേ ചില കണക്കുകൾ ഉണ്ടല്ലോ. തൃശ്ശൂരിലടക്കം BJP സ്ഥാനാർത്ഥി ജയിച്ചതടക്കം പറയുന്നു ക്രൈസ്തവർ ഇത്തവണ നിന്ന് BJPക്കൊപ്പമാണ്. എന്തുകൊണ്ടാണ്? CPM ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തി, അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗം BJPക്കൊപ്പം പോയി എന്നാണ് തുറന്നടിച്ച് പറയുന്നത്.
അത് പരിപൂർണമായിട്ട് തെറ്റാണ്. തൃശൂർ ജയിച്ചത് BJP അല്ല, സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയാണ്. പിന്നെ വോട്ടിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞാൽ 16,000 വോട്ട് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 3,21,000 വോട്ടാണെങ്കിൽ 3,37,000 വോട്ട് അവിടെ ഇടതുപക്ഷത്തിന് കിട്ടി. 16,000 വോട്ട് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് കണക്കൂട്ടിയാൽ കോൺഗ്രസിന് അവിടെ 85,000 വോട്ട് കുറഞ്ഞു. ഞങ്ങളുടെ വോട്ട് തൃശ്ശൂർ കുറഞ്ഞിട്ടില്ല. ഇവിടെ പല നേതാക്കന്മാരും പറയുന്ന കേട്ട് ഞങ്ങൾക്ക് അവിടെ വോട്ട് കുറഞ്ഞു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യണ്ട. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,21,456 വോട്ട് കിട്ടിയ ഇടതുപക്ഷ മുന്നണിക്ക് 2024 3,37,652 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് അവിടെ 16,000 വോട്ട് കൂടിയതു. ഞങ്ങളുടെ വോട്ടൊന്നും അവിടെ പോയിട്ടൊന്നുമില്ല. പിന്നെ ശരിയാണ്, ഒരു കാര്യം ശ്രീ തോമസ് ഐസക് പറഞ്ഞു, അതും കൂടെ ഞാൻ ചർച്ച ചെയ്തു പോകാം. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഇടതുപക്ഷ മുന്നണിയിൽ വിശേഷിച്ചും CPM-ന്റെ ചില പ്രവർത്തനങ്ങളിൽ ഘടകകക്ഷികളായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് അതൃപ്തിയുണ്ട്. ഞങ്ങൾ അത് രേഖപ്പെടുത്തേണ്ട മേഖലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഒരു തിരുത്തൽ ഉണ്ടാകണം. ആ തിരുത്തലില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ദോഷം സംഭവിക്കും. അതിനകത്ത് ഞങ്ങൾ ആരും എതിരല്ല. ഇടതുപക്ഷ മുന്നണിയുടെ ചില പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്നും ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വിശേഷിച്ച് ഈഴവ പിന്നോക്ക സമുദായങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് കുറേയധികം പേര് അതിൽ നിന്ന് അതേതൊക്കെയാണ്, അത് എവിടെയെല്ലാമാണ് ആ തിരുത്തൽ എന്നതാണല്ലോ ഇപ്പോൾ വരുന്ന ചോദ്യം. അത് ആണ് ഇനി വ്യക്തമാക്കണം. ഞാൻ താങ്കളിലേക്ക് വരാം, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ.